വെൽക്കം ടു മൈ ചാനൽ ദ സ്പീക്കിംഗ് ട്രീ. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസം നമ്മളുടെ മുന്നിൽ തുറക്കപ്പെട്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 365 ദിവസത്തിൻ്റെ ഒരു മിസ്റ്ററി പാക്കേജ് ഇന്ന് നമ്മുടെ മുമ്പിൽ തുറക്കപ്പെട്ട ഒരു ദിവസമാണ്. ശരിക്കും പറഞ്ഞാൽ ആഘോഷിക്കേണ്ട ദിവസം, നമ്മളെല്ലാവരും ആഘോഷിക്കുന്ന ഒരു ദിവസം, ആഘോഷിക്കുന്ന ഒരു നിമിഷവുമാണ്. പക്ഷെ ഈ ഒരു നിമിഷത്തിൽ ഞാനിതിൻ്റെ ഒരു മിസ്റ്ററി ബോക്സ് എന്ന് പറയാൻ കാരണം, നമ്മളുടെ ഈ ഒരു 365 ഡേയ്സിൽ എന്ത് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് ആർക്കും അറിയത്തില്ല. എല്ലാം അൺപ്രഡിക്റ്റബിൾ ആണ്. ഒരുപാട് പ്ലാൻസ് ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ വരിക, പക്ഷേ നടക്കുമോ നടക്കില്ലയോ, അങ്ങനെ കുറേ മിസ്റ്ററീസും ചാലഞ്ചസും അഡ്വഞ്ചേഴ്സും ഒക്കെ ഉള്ള ഒരു കൊല്ലമാണ് ഓരോ കൊല്ലം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് മുന്നിൽ തുറക്കപ്പെട്ടിരിക്കുകയാണ് അടുത്ത 365 ഡേയ്സിൻ്റെ ഒരു മിസ്റ്ററി പാക്കേജ്. ഈ ഒരു പാക്കേജിൻ്റെ അകത്ത് എന്തൊക്കെയോ ഉണ്ടാവും, അറിയത്തില്ല. ഈ 365 ഡേയ്സ് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ അതും അറിയത്തില്ല. അപ്പം അങ്ങനെ ഒത്തിരി എന്താ പറയുക സർപ്രൈസസ് ഒക്കെ ഉള്ള ഒരു എന്താ പറയുക ഒരു പുതിയൊരു കൊല്ലം. പക്ഷെ ഒരു കാര്യത്തിന് മാത്രം മാറ്റമില്ല. എന്ത് തന്നെയാണെങ്കിലും പ്രാർത്ഥന മുടക്കരുത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി മിസ്റ്ററീസ് ഉണ്ടാവും. അപ്പം ഞാൻ തന്നെ എൻ്റെ ഒരു കഴിഞ്ഞ കൊല്ലത്തെ തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാത്ത വലിയ സഹനങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ള കൊല്ലമാണ് കഴിഞ്ഞ ഒരു കൊല്ലം എന്ന് പറയുന്നത്. അപ്പോൾ അത്ര വലിയ നല്ലൊരു കൊല്ലം എന്നൊന്നും പറയാനില്ല. ഒത്തിരി വിഷമങ്ങളുണ്ടായിരുന്നു, സങ്കടങ്ങളുണ്ടായിരുന്നു, സന്തോഷങ്ങളുണ്ടായിരുന്നു, അത്ഭുതങ്ങളുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വപ്നം സഫലമാക്കിയ ഒരു കൊല്ലം, അതായത് ഈ ഒരു യൂട്യൂബ് ചാനൽ ഈ സ്പീക്കിംഗ് ട്രീ എന്ന് പറയുന്ന, അതായത് എൻ്റെ പണ്ടത്തെ പേര് ഹോളി ലെക്സിയോ ഡിവിന ആയിരുന്നു. അപ്പോൾ ഈ ലെക്സിയോ ഡിവിന എന്ന് പറഞ്ഞ ഈ ഒരു സ്വപ്നം 2 കൊല്ലത്തെ ഒരു പ്രോജക്റ്റ് ആയിരുന്നു. അപ്പോൾ ആ പ്രോജക്റ്റ് ആദ്യമായിട്ട് എനിക്ക് തുടങ്ങാൻ പറ്റിയൊരു കൊല്ലം. അപ്പോൾ അങ്ങനെ ഒത്തിരി അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉള്ള ഒരു കൊല്ലം തന്നെയായിരുന്നു 2023. ഇനി 2024 ഇനി എന്തൊക്കെയാണെന്നുള്ളത് തീരെ അറിയത്തില്ല. അപ്പോൾ ഒരു മിസ്റ്ററി ബോക്സ് പോലെയാണ് ഞാൻ ഈ ഒരു കൊല്ലത്തെ കാണുന്നത്. പക്ഷെ ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യം, ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കാമെന്ന്. ഒന്ന്, ഞാൻ ഇക്കൊല്ലം പ്രതിജ്ഞ ഒന്നും എടുത്തില്ല. ഒരു റെസൊല്യൂഷൻ ഇല്ല. ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കാനേ പോയില്ല. അതിന് ഒരു പ്രത്യേക കാരണം, ഇന്നലെ എൻ്റെ പള്ളിയിൽ വന്ന അച്ഛൻ ഫാദർ സെബാസ്റ്റ്യൻ, ആ അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു ആ ഒരു കാര്യം. അതായത് നമ്മൾ പ്രതിജ്ഞകളൊക്കെ എടുത്തിട്ട് ആ പ്രതിജ്ഞ നമുക്ക് സഫലമാക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് പാപം തന്നെയാണ്. കൺഫെഷൻ, കുമ്പസാരക്കൂട്ടിൽ പറയേണ്ട ഒരു പാപം തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ മനസ്സിലായി ഇനി റെസൊല്യൂഷൻ ഒന്നും എടുക്കാണ്ടിരിക്കാൻ നല്ലത്. കാരണം എല്ലാ കൊല്ലവും റെസൊല്യൂഷൻസ് എടുത്തിട്ട് അതായിരിക്കും ഏറ്റവും ആദ്യം ഞാൻ ബ്രേക്ക് ചെയ്യുക. അപ്പോൾ പിന്നെ ഏറ്റവും നല്ല കാര്യം അത് എടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമല്ലല്ലോ. അപ്പോൾ അതാണ് ഇപ്രാവശ്യം റെസൊല്യൂഷൻസ് ഒന്നുമില്ല. പൂർണ്ണമായിട്ട് ദൈവത്തിന് അങ്ങ് വിട്ടുകൊടുത്തു. ദൈവം നമ്മളുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ എന്ത് പ്രശ്നങ്ങളും എന്ത് തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്താ പറയുക, ദൈവം അവിടെ ഉണ്ടാകും എന്നൊരു ഉറപ്പ് എനിക്ക് ഉള്ളത് കാരണം ഞാൻ റെസൊല്യൂഷൻസ് ഒന്നും എടുക്കാൻ പോയില്ല. കാരണം കഴിഞ്ഞ കൊല്ലം കുറേ സഹനങ്ങൾ ഉണ്ടായപ്പോൾ എന്നെ വീഴാൻ അനുവദിച്ചിട്ടില്ല എൻ്റെ ദൈവം. എവിടെയൊക്കെ ഞാൻ വീണു പോവും, അല്ലെങ്കിൽ എവിടെയൊക്കെ വാതിൽ അടഞ്ഞു പോവും എന്നൊക്കെ ഉള്ള ഘട്ടങ്ങളൊക്കെ വരുമ്പോൾ അവിടെയൊക്കെ എന്നെ സഹായിക്കാനായിട്ട് ദൈവത്തിൻ്റെ ഓരോ വ്യക്തികളെയോ അല്ലെങ്കിൽ ദൈവം തന്നെ പലപ്പോഴും എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. മാതാവിൻ്റെ പ്രൊട്ടക്ഷൻ, കാരണം കൊന്ത ഒത്തിരി ചെല്ലുന്ന വ്യക്തിയാണ്. അപ്പോൾ അത് കാരണം മാതാവിൻ്റെ പ്രൊട്ടക്ഷനൊക്കെ അനുഭവിക്കാൻ കഴിഞ്ഞ ഒരു കൊല്ലമായിരുന്നു കഴിഞ്ഞ കൊല്ലം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇക്കൊല്ലം ഒട്ടും സംശയം എനിക്കില്ല, ദൈവത്തിൻ്റെയും അതുപോലെ മാതാവിൻ്റെയും ഒക്കെ സംരക്ഷണം കൂടെ തന്നെ ഉണ്ടാകും. പക്ഷെ അവരുടെ സ്വരം കേട്ട് നടക്കാനുള്ള ഒരു മനസ്സ്, ഹൃദയമൊക്കെ വേണം എന്നത് മാത്രം. അപ്പോൾ ആ ഒരു പ്രാർത്ഥന എപ്പോഴും എന്നോടുണ്ട്. അതേപോലെ നിങ്ങളും പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ഒരുപാട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുമായിരിക്കും. അവിടെയൊക്കെ തളരാതെ, താങ്ങാതെ, വീഴാതെയൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ദൈവത്തിൻ്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. അതിനുവേണ്ടി പ്രാർത്ഥന കൂടിയേ തീരൂ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ഒരു കൊല്ലത്തിൽ നമ്മൾ വലിയ റെസൊല്യൂഷൻസ് ഒന്നും എടുത്തിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ റെസൊല്യൂഷൻസ് എടുത്ത് കഴിഞ്ഞു, ഒരു റെസൊല്യൂഷനും കൂടി സമയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്പേസ് ഉണ്ടെങ്കിൽ ഞാൻ പറയുക, നമ്മളൊക്കെ ശിശുക്കളാകാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. കാരണം ഏത് ഏജിലായാലും ശരി, അതിനൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ ഉള്ളിൽ, എല്ലാവരുടെ ഉള്ളിലും ഒരു കുട്ടിത്വമുണ്ട്, ഒരു ശിശുഭാവമുണ്ട്. ആ ശിശുഭാവത്തെ പുറത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക.
ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു കൊല്ലം അങ്ങനെ ആ ഒരു കുട്ടിയായിട്ടിരിക്കുക വെച്ചാൽ നമ്മളുടെ ആ ഒരു ശൈശവം അല്ലെങ്കിൽ ആ ഒരു നിഷ്കളങ്ക ഭാവം പുറത്ത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയാൻ കാരണം, ഞാൻ ഇപ്പോൾ കുറച്ച് യങ്സ്റ്റേഴ്സിനെയൊക്കെ പരിചയപ്പെടാനിടയായി. അങ്ങനെ കുറച്ച് യങ്സ്റ്റേഴ്സിനെയൊക്കെ പരിചയപ്പെട്ട സമയത്ത് അവർ പ്രാർത്ഥിക്കുന്ന ഒരു രീതി ശരിക്കും പറഞ്ഞാൽ എന്നെ ഒത്തിരി ഹൃദയത്തെ തട്ടിയ ചില കാര്യങ്ങളാണ്. കാരണം ഞാൻ അവരുടെ കൂടെ ചില ഡിസ്കഷൻസിനൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവരൊക്കെ പ്രാർത്ഥിക്കുന്ന എന്താ പറയുക, ഒരു രീതി എന്ന് പറഞ്ഞാൽ ഈശോനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലാസ്മേറ്റായിട്ട്, ഒരു ഫ്രണ്ടായിട്ടൊക്കെ കാണുന്ന ആ ഒരു എന്താ പറയുക, ഒരു എനർജി, അവരുടെ ആ ഒരു വൈബ് എന്നൊക്കെ പറയത്തില്ലേ. സോ അത് ആണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ പഠിച്ച ഏറ്റവും വലിയ ലെസൺ. ബിക്കോസ് നമ്മളൊക്കെ യേശുവിനെ യേശു ആകട്ടെ, ദൈവമാകട്ടെ, നമ്മളൊക്കെ ദൈവത്തെ ഒരു ഭയങ്കര സീരിയസ് ആയിട്ട്, ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമായിട്ട് കാണുമ്പോൾ ഇവർ കാണുന്ന രീതി വളരെ നിസ്സാരമായിട്ട്, അവരുടെ തന്നെ ഒരു ക്ലാസ്മേറ്റ് ആയിട്ട്, അവരുടെ തന്നെ ഒരു ഫ്രണ്ടായിട്ട്, അവരുടെ കൂടെ നടക്കുന്ന ഒരു വ്യക്തിയായിട്ട്. അപ്പം അങ്ങനെ നമ്മളുടെ ഉള്ളിൽ ആ ഒരു നിഷ്കളങ്കത്വം ഉണ്ടെങ്കിലാണ് നമുക്ക് നമ്മുടെ ദൈവത്തെ അങ്ങനെ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ബൈബിളിൽ ഒത്തിരി പറഞ്ഞിട്ടുണ്ട് ശിശുക്കളെ അവർ തടയരുതെന്ന്. അപ്പോൾ ശിശുക്കളാകാൻ നമ്മൾ കുട്ടിയാകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ മനസ്സിൽ ആ നിഷ്കളങ്കത്വം വന്നാൽ മതി. അപ്പോൾ ആ മനസ്സിലൊരു നിഷ്കളങ്കത്വം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ ഒരു കൊല്ലം തുടങ്ങുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ആ നിഷ്കളങ്കത്വ ഭാവം, ആ സീരിയസ് ആയിട്ടിരിക്കാതെ നമ്മളൊരു കുട്ടിയാവുമ്പോഴുള്ള ഗുണം എന്താ അറിയോ, നമ്മൾ ഒത്തിരി തെറ്റുകൾ ചെയ്യും. പക്ഷെ തെറ്റ് ചെയ്താലും അതിനൊക്കെ മാപ്പ് കിട്ടും. കാരണം തെറ്റുകൾ ചെയ്യില്ല എന്നൊന്നും പറയുന്നില്ല. കുട്ടികളെ കണ്ടിട്ടില്ലേ, ചെയ്യരുതെന്ന് പറയുമ്പോൾ അതായിരിക്കും ആദ്യം ചെയ്യുക. അപ്പൊ അതാണൊരു കുട്ടി. അപ്പൊ നമ്മളൊക്കെ അങ്ങനെ ഇതേപോലെ തെറ്റുകൾ ചെയ്യും, പക്ഷെ ആ തെറ്റുകളൊക്കെ ദൈവം പൊറുക്കുന്നുള്ളതാണ്. അപ്പോൾ എന്താ പറയുക, ആ ഒരു നിഷ്കളങ്കത്വം വേണം നമ്മുടെ ഉള്ളിൽ. അപ്പോഴാണ് ആ തെറ്റ് ചെയ്താലും ദൈവത്തിന് മനസ്സിലാവും, ആ ഒരു ഇന്നസെൻസ് മനസ്സിലാകാൻ സാധിക്കും. നമ്മൾ എന്താ പറയുക, അറിഞ്ഞുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ അറിയാതെ ആയിരിക്കാം, പക്ഷെ നമ്മുടെ ഹൃദയം പരിശോധിച്ചറിയാൻ സാധിക്കുന്ന ദൈവമാണ്. അപ്പം നമ്മുടെ നിഷ്കളങ്കത്വം, നമ്മൾ സെൽഫിഷ് മോട്ടീവിലൂടെയാണ് എന്തെങ്കിലും ചെയ്യുന്നതെങ്കിൽ പണി കിട്ടും. പക്ഷേ നമ്മൾ വളരെ നിഷ്കളങ്കത്വത്തോടു കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ അതൊക്കെ ദൈവം ക്ഷമിക്കും. അപ്പോൾ ഈ ഒരു കൊല്ലം ശരിക്കും പറഞ്ഞാൽ മനസ്സിലൊരു നിഷ്കളങ്കത്വ ഭാവം ഉണ്ടാകാൻ വേണ്ടി നമ്മളൊക്കെ പ്രാർത്ഥിക്കുക. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ കഴിഞ്ഞൊരു വെക്കേഷൻ മോഡായിരുന്നല്ലോ. അപ്പോൾ ആ വെക്കേഷൻ മോഡിൽ ഞാൻ എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെയും അതുപോലെ എൻ്റെ കുറച്ച് ഫേസ്ബുക്ക് ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ അവരായിട്ട് പരിചയപ്പെടാൻ ഇടയായി. അപ്പം അങ്ങനെ കുറേ പേരോട് സംസാരിക്കുമ്പോൾ അവരുടെ ആദ്യത്തെ കാര്യം, കാരണം ഇത് സ്പിരിച്വൽ ചാനൽ ആയതുകൊണ്ട് എല്ലാവരും എന്നോട് വന്ന് പറയുന്നത് ക്യാൻ യു പ്രേ ഫോർ മീ എന്നാണ് എല്ലാവരുടെയും ആദ്യത്തെ ചോദ്യം. അപ്പം എൻ്റെ സെക്കൻഡ് ചോദ്യം വൈ ഷുഡ് ഐ പ്രേ ഫോർ യു എന്നതായിരുന്നു എൻ്റെ ഒരു റെസ്പോൺസ്. ബിക്കോസ് എന്തിനു പ്രാർത്ഥിക്കണം എന്നത് എനിക്ക് അറിയാനുള്ളത് കൊണ്ടല്ല, ഞാനും ഒരു മനുഷ്യൻ തന്നെ ആയതുകൊണ്ട് എന്ത് സിറ്റുവേഷൻ, കാരണം പ്രാർത്ഥിക്കുന്നത് ആർക്കും വേണമെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം, അതിപ്പോൾ കാരണം അറിയണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പക്ഷേ എനിക്കൊരാകാംക്ഷ തോന്നി എന്തിന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന്. അപ്പം അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ഒരു എൻ്റെ മനസ്സിലുള്ള ആ പ്രാർത്ഥനയുടെ ആഴം കൂട്ടാൻ വേണ്ടി ഞാൻ പലരോടും സംസാരിച്ചു. അങ്ങനെ പലരും അവരുടെ പ്രോബ്ലംസ് ഷെയർ ചെയ്യുകയുണ്ടായി. സത്യം പറഞ്ഞാൽ ഇതുവരെ ഞാൻ കേൾക്കുകയോ അല്ലെങ്കിൽ അനുഭവിക്കുകയോ ഒന്നും ഇല്ലാത്ത അത്രയും വിചിത്രമായ പ്രോബ്ലംസിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒത്തിരി വ്യക്തിത്വങ്ങളെ എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ ആ സമയത്ത് വന്നൊരു ചിന്ത, അതായത് ഇപ്പം ഞാൻ ആ പ്രോബ്ലം കേട്ടുകൊണ്ട്, ഞാൻ ദൈവമല്ലാത്തതുകൊണ്ട് എനിക്ക് എന്നാൽ ആ പ്രോബ്ലംസ് ഇല്ലാതെ ആക്കാനൊന്നും പറ്റില്ല. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് എനിക്ക് സാധിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം, ആ പ്രോബ്ലംസ് റിമൂവ് ചെയ്യാനും നമുക്ക് സാധിക്കില്ല. ആ പ്രോബ്ലംസ് വിൽ റിമെയിൻ, അത് നമുക്ക് ഒരിക്കലും മാറ്റാൻ സാധിക്കില്ല. ആ പ്രോബ്ലംസ് അവിടെ ഉണ്ടാകും. ബട്ട് വാട്ട് വി ക്യാൻ ഡു ഇസ്, നമുക്കൊരു മെഴുകുതിരിയാകാൻ സാധിക്കണം. അതായത് നമുക്കൊരു പ്രകാശമാവാൻ സാധിക്കണം. അതാണ് എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത. നമ്മൾ ഓരോരുത്തരും ഓരോ പ്രകാശമാകുമ്പോൾ അത് നമ്മളുടെ ചുറ്റുമുള്ള അന്ധകാരത്തെ വിഴുങ്ങിക്കളഞ്ഞുകൊള്ളും.
കാരണം നമ്മളിപ്പോൾ ഒരു റൂമിൻ്റെ അകത്ത് കയറുമ്പോൾ ആ റൂമിൽ ലൈറ്റൊന്നും ഇല്ലെങ്കിൽ മൊത്തം അന്ധകാരം, ടോട്ടൽ ഡാർക്ക്നെസ് ആയിരിക്കും അല്ലേ? പക്ഷേ നമ്മൾ ആ ലൈറ്റ് ഇടുമ്പോൾ, ആ ലൈറ്റിൻ്റെ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ അവിടെ പ്രകാശം വരുമ്പോൾ ആ അന്ധകാരം അവിടെ ഉണ്ടാവും, പക്ഷെ നമ്മുടെ കണ്ണുകളോണ്ട് കാണാൻ സാധിക്കുന്നത് പ്രകാശത്തെ ആയിരിക്കും. അപ്പൊ അങ്ങനെ ആയിരിക്കണം നമ്മളുടെയൊക്കെ ഒരു ജീവിതം എന്നാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. കാരണം പ്രോബ്ലംസ് നമുക്ക് ആർക്കും സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എനിക്കായാലും ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്, നിങ്ങൾക്കായാലും ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ പ്രോബ്ലംസ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമ്മളുടെ പ്രാർത്ഥനയുടെ ശക്തി കൂട്ടുമ്പോൾ ആ നെഗറ്റിവിറ്റീനെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും, മറിച്ച് പോസിറ്റിവിറ്റീനെ നമുക്ക് കൂട്ടാൻ സാധിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. എത്രമാത്രം ആഴ്ത്തി പ്രാർത്ഥിക്കാൻ സാധിക്കുമോ, എത്രമാത്രം സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെലവാക്കാൻ സാധിക്കുമോ അതിനെ പറ്റി പ്ലാൻ ചെയ്യുക. അതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ പ്രോബ്ലംസ് നമുക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പോൾ അതൊരിക്കലും മാറ്റാനും പറ്റില്ല. കാരണം അത് ആ പ്രോബ്ലംസ് ഓരോന്നും നമ്മളെ ദൈവവുമായിട്ട് അടുപ്പിക്കാനുള്ള ഓരോ സന്ദർഭങ്ങളാണ്. അപ്പോൾ ഓരോ സഹനങ്ങൾ വരുമ്പോഴും ഞാൻ എത്രമാത്രം ദൈവത്തോട് അടുത്തിട്ടുണ്ട് എന്നാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ എൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ പറ്റി ആലോചിച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഇല്ലാത്ത പല അനുഭവങ്ങളൊക്കെ എനിക്ക് അനുഭവിക്കേണ്ടി വന്ന ഒരു കൊല്ലമായിരുന്നു കഴിഞ്ഞ കൊല്ലം എന്ന് പറയുന്നത്. പക്ഷെ ആ ഓരോ പ്രോബ്ലംസ് വരുമ്പോൾ അവിടെയൊക്കെ എനിക്ക് ദൈവത്തെ അനുഭവിക്കാൻ സാധിച്ചു. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി സ്പിരിച്വലി ഞാൻ കുറച്ചും കൂടി സ്ട്രെങ്ത് നേടിയെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം ദൈവത്തെ അനുഭവിക്കാനുള്ള ഒരുപാട് സിറ്റുവേഷൻസ് എൻ്റെ മുന്നിൽ തുറക്കപ്പെട്ടു. എനിക്ക് ദൈവത്തെ അനുഭവിക്കാൻ സാധിച്ചു എന്നതാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഞാൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ, എൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ ഞാൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഞാൻ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളോട് എനിക്ക് പറയാൻ പറ്റുന്ന, പ്രോബ്ലംസ് ഇറേസ് ചെയ്യാൻ എനിക്കോ നിങ്ങൾക്കോ പറ്റില്ല, നമ്മൾ ആരും ദൈവങ്ങളല്ല. പക്ഷെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയുടെ ശക്തി കൂട്ടുക. നമ്മൾ തന്നെ ഒരു പ്രകാശമാവുമ്പോൾ നമ്മൾക്ക് അന്ധകാരത്തെ മാറ്റാൻ സാധിക്കും, അതേപോലെ നമുക്ക് മറ്റുള്ളവർക്കും വെളിച്ചമാകാൻ സാധിക്കും. അപ്പോൾ അതേപറ്റി ആലോചിക്കുക, എങ്ങനെ ഞാനൊരു പ്രകാശമാകും മറ്റുള്ളവർക്ക് വേണ്ടിയെന്ന്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളുടെ പ്രോബ്ലംസിൻ്റെ ആഴം, അല്ലെങ്കിൽ നമ്മൾ വീഴില്ല പ്രോബ്ലംസ് വരുമ്പോൾ, അവിടെയൊക്കെ താങ്ങാൻ ദൈവത്തിൻ്റെ ഒരു സഹായ ഹസ്തം ഉണ്ടാകുമെന്ന് അതെനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. കാരണം എൻ്റെ തന്നെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ അത് എന്തായാലും ഉറപ്പാണ്. നമ്മൾ വീഴാൻ അനുവദിക്കില്ല ദൈവം. ആ വീഴുന്ന ഓരോ നിമിഷങ്ങളിലും നമ്മളൊക്കെ വിചാരിക്കും വീഴും, അല്ലെങ്കിൽ എല്ലാ പ്രതീക്ഷയും അവസാനിച്ചു എന്ന്. പക്ഷെ അവിടെ ദൈവത്തിൻ്റെ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. ഇത് എൻ്റെ തന്നെ സ്വന്തം അനുഭവമാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോസിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. മറ്റൊരു എപ്പിസോഡുമായി, അതായത് അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും 1 Corinthians എന്നുള്ള ചാപ്റ്റർ കണ്ടിന്യൂ ചെയ്യുകയാണ്. മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം.